ഹലോ, കേക്ക്സ് ആൻഡ് വേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പോഞ്ചി കേക്കാണ്. പഞ്ഞി പോലുള്ളൊരു കേക്കാണിത്. ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലുള്ളൊരു കേക്കാണ്. പിന്നെ മൈദ ഇട്ടുണ്ടാക്കിയാൽ മാത്രമേ നല്ലതുപോലെ സ്പോഞ്ചി ആയിട്ട് വരികയുള്ളൂ. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി കണ്ടു നോക്കാം. ഒരു പാത്രത്തിലോട്ട് ഒരു 4 മുട്ടയുടെ വെള്ള നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബീറ്റർ കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഇല്ലാത്തവർ ഹാൻഡ് വിസ്ക് കൊണ്ട് ചെയ്താലും മതി. നന്നായിട്ട് അത് ബീറ്റായി വരണേ. നല്ല പഞ്ഞി പോലെ അത് വരണം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നല്ല പതഞ്ഞ് നല്ല പഞ്ഞി പോലെ വരണത്. മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണേ. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തേക്കുന്നത്. ആ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ച് വെച്ചിട്ട് നമ്മൾ 1-2 സ്പൂൺ വെച്ച് നമ്മൾ ആദ്യം 2 സ്പൂൺ ഇട്ട് കൊടുത്തു. അതിട്ട് പിന്നെ നമുക്കൊന്നുകൂടെ ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കണേ. അല്ലെങ്കിൽ പഞ്ചസാര എല്ലാം കൂടെ ഇങ്ങനെ പറന്ന് വരുന്ന പോലെ വരും. അതിൻ്റെ പൊടിയെല്ലാം നന്നായിട്ടത് ചെറിയത് ബീറ്റ് ചെയ്യുക. 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്ത് ചെറുക നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം. പിന്നെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇടാനുണ്ട്. പഞ്ചസാര ഫുൾ അങ്ങനെ നമ്മൾ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് 1/2 കപ്പ് ഓയിൽ ഇട്ട് അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ നമുക്കിടാം. അതും ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. നന്നായിട്ടത് ബീറ്റ് ചെയ്യണേ. പാത്രം കൂടെ ഒന്ന് കറക്കി കൊടുക്കുക. കറക്കി കൊടുത്തതിന് ശേഷം എന്നാലും എല്ലാ സൈഡും ഒരുപോലെ നമുക്ക് കിട്ടും. ഒന്ന് കറക്കി കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ച് ചെറുകെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഇതുപോലെ ചെയ്താൽ മതി. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് പാത്രം മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് 4 മുട്ടയുടെ ഉണ്ണിയുണ്ടല്ലോ, അതും കൂടെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് ബീറ്റ് ചെയ്യാം. ഓരോന്നിട്ടാൽ മതിയേ. മുട്ട ഉണ്ണി പൊട്ടിയിട്ടൊന്നും ഉള്ളതൊന്നും സാരമില്ല, കുഴപ്പമൊന്നുമില്ല. ഓരോന്നായിട്ടിടുക. അങ്ങനെയെല്ലാം നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി അടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒരു 2.5 കപ്പ് മൈദ ഇടാമേ. ആദ്യം 1 കപ്പ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് 1/2 കപ്പ് കൂടി 2.5 കപ്പ് മൈദ ഇട്ടു. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ, ഒരു ശകലം ഉപ്പ്, ഇതെല്ലാം കൂട്ടി നമുക്കൊന്ന് മിക്സ് ആക്കാം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ കേക്ക് അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ തരി വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ച് ഒന്ന് മാറ്റിക്കളഞ്ഞാൽ മതി. പിന്നെ അതൊന്നുകൂടെ മിക്സാക്കി ആ ബൗളിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം. പിന്നെ നമുക്ക് ശകല ഒരു യെല്ലോ കളർ കിട്ടാനാണ് ശകല ഫുഡ് കളർ നമ്മൾ ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നിങ്ങൾക്ക് ആർക്കും ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ നമുക്കൊരു തടിയുടെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാമേ. പതുക്കെ ഇളക്കിയാൽ മതി. ഒരു സൈഡിലോട്ട് മാത്രമേ നമ്മൾ ഇളക്കാവൂ. കുറച്ചായിട്ട് നമുക്ക് മൈദയുടെ കൂട്ടെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇത് നോക്കി, നമ്മുടെ മാവ് നോക്കി നല്ല സ്പോഞ്ചായിട്ടിരിക്കുന്നുണ്ടോ?
2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഇട്ട് ചെറുക്കെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ഒത്തിരി സ്പീഡിലും ഇളക്കണ്ട, ഒത്തിരി ഓവറായിട്ട് ഇളക്കരുത്. ഓവറായിട്ട് ഇളക്കിയാൽ മാവ് ചിലപ്പോൾ അങ്ങ് കട്ടിയായി പോവേ. ഇട്ട് മൊത്തം നമുക്ക് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കണം. എല്ലായിടും ഒരുപോലെ നന്നായിട്ട് മിക്സായിട്ട് അത് വരണം. പിന്നെ ലൂസായിട്ട് വരുവാണെങ്കിൽ ശകലം മാവ് കൂടെ ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഒരു 1/4 കപ്പ് പാല്, ചൂട് പാലെടുത്തിട്ട് അതിനകത്തിട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് അതോടെ ഇതിനകത്തോട്ടിട്ട് നമുക്ക് ചെറിയൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇച്ചിരി സ്പോഞ്ചായിട്ട് വരാനായിട്ടാണ്. ഉണ്ടോ? പിന്നെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നാൽ കണ്ടുവല്ലോ, നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നു. കണ്ടോ? ഇതാണ്, നോക്കി കണ്ടോ? ഇത്രയും ലൂസായിട്ട് ഇത് വരണം. എന്നിട്ട് നമുക്ക് ഇതാ നോക്കും, കണ്ടോ? അതിൻ്റെ ടെക്സ്ചർ കണ്ടോ? ഇങ്ങനെ നമ്മൾ ഇത്രയും ലൂസായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മോൾഡിനകത്തോട്ട് നമ്മൾ നെയ്യ് പുരട്ടി പേപ്പർ ഇട്ട് വെച്ചേക്കുവാണേ. അതിനകത്തോട്ട് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമുക്ക് അടുപ്പിലോ അല്ലെങ്കിൽ ഓവനകത്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ സ്റ്റൗവിൽ വെച്ചേക്കുന്നത് അതങ്ങ് മിസ്സായിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. സ്റ്റൗവിൽ വെച്ചാൽ ഞാൻ എടുത്തത്, എൻ്റെ വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുത്തു. കണ്ടല്ലോ, ഇങ്ങനെയാണിത് കിട്ടിയിരിക്കുന്നത്. ഇതാ നോക്കുക, അതിൻ്റെ മുകളിൽ വശമൊക്കെ നന്നായിട്ട് വന്നിരിക്കുന്നുണ്ടോ? കളറും എല്ലാം വന്നിട്ടുണ്ട്. ഇതാ നോക്കൂ, ഇതുപോലെയാണ് നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. വൈകുന്നേരം ചായയോടൊക്കെ കുടിക്കാനും ആ സമയത്തൊക്കെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. എൻ്റെ ഈ ചാനൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടി അമർത്തണം. ലൈക്കും ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതാ നോക്കൂ, ഉണ്ടോ? നമുക്കിനി അതൊന്ന് മുറിച്ച് നോക്കാമേ. തിന്നുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയുള്ളൂ. ഇങ്ങനെ നമുക്ക് മുറിച്ചിട്ട് അത് 2-3 പീസായിട്ട് നമുക്ക് മുറിക്കാം. ടീ കേക്കല്ലേ, ചെറിയ ടൈപ്പായിട്ട് നമുക്ക് മുറിച്ചെടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കേക്കാണേ. നല്ല സ്പോഞ്ച് ചെയ്തത്, കഴിക്കാനും നല്ലതാണ്. മുട്ടയുടെ ആ ഓവറായിട്ടുള്ള ആ ഒരു സ്മെല്ലോ അതിൻ്റെ ടേസ്റ്റോ ഒന്നും വരത്തുമില്ല. കണ്ടല്ലോ, എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക.